കേരള ലൈബ്രറി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് ഈ മാസം 12-ന് കരുനാഗപ്പള്ളി KC സെന്ററിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലൈബ്രറികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവ ഇതര ഗ്രന്ഥശാലകൾക്ക് മാതൃകയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് ശ്രദ്ധേയമായ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടത്തിയ ലൈബ്രറികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവ ഇതര ഗ്രന്ഥശാലകൾക്ക് മാതൃകയാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് കേരള ലൈബ്രറി കോൺക്ലേവ് 2026 സംഘടിപ്പിക്കുന്നത്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 12-ന് രാവിലെ മുതൽ തെരഞ്ഞെടുക്കപ്പെട്ട 300 പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. KC സെന്ററിൽ ആണ് പരിപാടി. ഇവിടെ ഒത്തുചേർന്ന് വിഷൻ 2026 ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ സാങ്കേതിക സാധ്യതകൾ ഗ്രന്ഥശാലകളിൽ നടപ്പിലാക്കാനും പുസ്തക വിതരണത്തിലും പ്രവർത്തന പരിപാടികളിലും ഉൾപ്പെടെ ഇത് പ്രയോജനപ്പെടുത്താനും സമ്മിറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ പ്രവർത്തന വർഷം 1000 മതേതര പൊതു ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടും. യുവതയുടെ ബാലവേദി കൂട്ടായ്മയും മുതിർന്നവരുടെ സംഗമങ്ങളും ഓരോ ഗ്രന്ഥശാലകളിലും രൂപീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയ തലമുറയെ ഗ്രന്ഥശാലയിൽ സജീവമാക്കുന്നതിനുള്ള ജെൻസി കിഡ്സ് ആൻഡ് ഈസി റീഡ് എന്ന ആശയം ഈ വർഷം എല്ലാ ഗ്രന്ഥശാലകളിലും നടപ്പാക്കും. അതിജീവനത്തിൻ്റെ പെൺവായന, വീട്ടക വായനാ സദസ്സുകൾ, വായനാ വസന്തം തുടങ്ങി കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ സാർവത്രികമായി ശ്രദ്ധിക്കപ്പെട്ട പരിപാടികൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ എല്ലാ ഗ്രന്ഥശാലകളും പഞ്ചായത്ത് നേതൃസമിതികളും നടപ്പിലാക്കുമെന്നും ഭാരവാഹികളായ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി V വിജയകുമാർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ എന്നിവർ അറിയിച്ചു. വ്യത്യസ്തങ്ങളായ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ പങ്കുവെക്കുവാനായി കേരള ലൈബ്രറി കോൺക്ലേവ് 2 ഡിജിറ്റൽ സാധ്യതകൾ എല്ലാ ലൈബ്രറികളിലും എത്തിക്കാൻ ഉള്ളൊരു പദ്ധതി, 3 പുതിയ തലമുറയിലെ കുട്ടികളെ വായനശാലയിലേക്ക് എത്തിക്കാൻ ജെൻസി കിഡ്സ് ആൻഡ് ഈസി റീഡ്, ഈ 3 പദ്ധതികളാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയകരമായി നടപ്പാക്കി വരുന്ന അതിജീവനത്തിൻ്റെ പെൺവായന, വീട്ടക വായനാ സദസ്സുകൾ, വായനാ വസന്തം തുടങ്ങിയ പരിപാടികൾ തുടരുകയും ചെയ്യും. 12-ാം തീയതി രാവിലെ ഒരു സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. തുടർന്ന് ആദ്യ ഉദ്ഘാടന സെഷൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധൂർ പങ്കെടുക്കും. തുടർന്ന് പുതിയ തലമുറ എന്താണ് വായിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു സംവാദം, ഡിജിറ്റൽ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഷോ, കേരളത്തിലെ വ്യത്യസ്തങ്ങളായ 2 ലൈബ്രറികളുടെ പ്രവർത്തനങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഗ്രന്ഥശാല പ്രവർത്തനങ്ങളുടെ വേറിട്ട മാതൃകകൾ, ഉച്ചയ്ക്ക് ശേഷം കഥകൾ അതിസാദരം മലയാളത്തിൽ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും നോവലിസ്റ്റുമായ വിനോദ് കൃഷ്ണയും ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രനും പങ്കെടുക്കുന്ന കഥകൾ അതിസാദരം എന്ന പരിപാടി. ഈ അടുത്ത വർഷത്തേക്ക് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു തുടക്കം എന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിനും ഇപ്പോഴത്തെ ഇന്ത്യക്കും ഒരു മാതൃകയാകുന്ന തരത്തിലേക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ മുഖ്യ സംഘാടനത്തിൽ ഈ താലൂക്കിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള V വിജയകുമാർ മുഖ്യ സംഘാടകനായി മാറുന്ന തരത്തിലേക്ക് ഈ താലൂക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പുസ്തക കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം ഒരു ഗ്രന്ഥശാലയ്ക്ക് സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോ തലമുറയുടെയും രൂപപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.